ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അധികം ഓയിലൊന്നും ചേർക്കാതെയുള്ള ഒരു ഈവനിങ് സ്നാക്സ്, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ്. അതിനായി ആവശ്യത്തിന് ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പെരുംജീരകം, കറിവേപ്പില, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ച് വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നന്നായി ചൂടായ ഓയിലിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ കഷ്ണങ്ങളായി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് ഒരു പാത്രം വെച്ച് മാവ് കുഴയ്ക്കാനായി ഒരു 2.5 ഗ്ലാസ് വെള്ളം, അല്പം ഉപ്പ്, കുറച്ച് ഓയിൽ, ഇതിലേക്ക് 2.5 ഗ്ലാസ് തന്നെ പൊടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, നൈസായിട്ടുള്ള അരിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. പിന്നീട് നമുക്ക് ഒരു 3 വലിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് ചേർക്കാനുള്ള തേങ്ങയും കുറച്ച് പെരുംജീരകവും കൂടി ഒന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാം. അതിൽ തന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കനും ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് അല്പം കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. കുറച്ച് ഗരം മസാല കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഇത് വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അവസാനമായി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും പെരുംജീരകവും കൂടി അരച്ച് വെച്ച അതുകൂടി മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവിലേക്ക് വീഡിയോയിൽ കാണുന്ന അതേ ഷേപ്പിനാക്കിയതിന് ശേഷം മസാല ഉള്ളിൽ നിറച്ച് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഓരോന്നും ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി. അതേസമയം നമുക്ക് മറ്റൊരു മസാല കൂടി ഉണ്ടാക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, അല്പം ഓയിൽ ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുത്ത അത് ഈ മിക്സിലിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് മറ്റൊരു പാൻ വെച്ച് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് വളരെ സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.